അമേരിക്കക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്താൻ വീണ്ടും ഇറാൻ പദ്ധതിയിടുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ഒരു സൈനിക ഏറ്റുമുട്ടൽ തുടർന്നാൽ അത് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, അമേരിക്കക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും അതിലൂടെ എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇറാന് എതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഇറാന് ഉപരോധങ്ങളെ കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ഇറാൻ പൂർണ്ണമായും സാമ്പത്തികമായി തളർന്ന് അവർ അടിയറവ് വെക്കേണ്ടി വരും എന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം അനുവദിക്കുകയില്ല. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംന ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് യുദ്ധം നടത്താനാണ്. അമേരിക്ക ഇറാൻ മുന്നോട്ട് വെച്ച അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറല്ല എങ്കിൽ തീർച്ചയായും അമേരിക്കക്കെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്നാണ് മുജ്തബ ഖാംനയി പറയുന്നത്. പക്ഷെ ഈ തവണ യുദ്ധമുണ്ടാവുക അത് മിഡിൽ ഈസ്റ്റിലായിരിക്കുകയില്ല, നേരെ മറിച്ച് അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങളെ പരമാവധി മുക്കുക എന്നതായിരിക്കും ലക്ഷ്യമെന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വ്യക്തമായ രീതിയിൽ ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അമേരിക്കൻ സൈനികരുടെ സംവിധാനങ്ങൾ, കപ്പലുകൾ, നാവികസേന ഇറാനോട് അടുത്തു വരുന്നത്, ഹോർമുസ് കടലിടുക്കിനോട് അടുത്തു വരുന്നത് തടയുകയായിരുന്നു, ദൂരെ നിർത്തുക എന്നതായിരുന്നു ഇതുവരെ ഇറാൻ ചെയ്തിരുന്നത്. അതിനുവേണ്ടിയാണ് ക്രൂസ് മിസൈലുകളും മറ്റും ഉപയോഗിച്ച് അവരുടെ ഡിസ്ട്രോയറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇനി അതായിരിക്കുകയില്ല. ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി കപ്പലുകളെ മുക്കുക, സൈനികരെ മുക്കുക എന്നതാണ് ഇനി ഇറാന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ഇറാൻ ഒരു ടാങ്കറിനെ, കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ആദ്യമായിട്ടാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഡ്രോൺ ഇറാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇറാന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഇനിയും പുറത്തെടുക്കാനുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ അമേരിക്കൻ കപ്പലുകളെ തകർക്കാനും സൈനികരെ മുക്കിത്താഴ്ത്താനും അത്തരത്തിലുള്ള നീക്കം ഇറാന്റെ മുന്നിൽ ഉണ്ട്. പക്ഷെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഇതെല്ലാം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പരമാവധി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക, സാമ്പത്തികമായി തളർത്തുക, ക്രമേണ ആക്രമണത്തിലൂടെ പരാജയപ്പെടുത്തുക, ഇത്തരത്തിലുള്ള വ്യക്തമായ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കക്കെതിരെ നടത്തുന്നത്. എന്തായിരുന്നാലും യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ശക്തമായ യുദ്ധത്തിന് കാത്തിരിക്കുകയാണ് ഇറാൻ എന്നതും ഇവിടെ വ്യക്തമാണ്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.